വചനം 14 വാക്കർത്ഥം. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യുദ്ഖിലു പ്രവേശിപ്പിക്കുന്നു അല്ലദീന ആമനു വിശ്വസിച്ചവരെ വഅമിലുസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജന്നാത്തിൻ സ്വർഗങ്ങളിൽ തജ്രി ഒഴുകിക്കൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു മിൻ തഹ്തിഹ അതിൻ്റെ അടിഭാഗത്തുകൂടി അൽ അൻഹാറു നദികൾ അരുവികൾ. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യഫ്അലു അവൻ പ്രവർത്തിക്കും ചെയ്യും മാ യുരീദ് അവൻ ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അല്ലാഹു താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാകുന്നു. നിശ്ചയമായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നതാകുന്നു. വചനം 15 വാക്കർത്ഥം. മൻ കാന ആരെങ്കിലും ആയാൽ യദുന്നു വിചാരിക്കുന്ന അല്ലയൻസുറഹു അവനെ സഹായിക്കുന്നതേ അല്ല എന്ന് അല്ലാഹു ഫിദ്ദുനിയാ ഇഹത്തിൽ വൽ ആഖിറത്തി പരലോകത്തിലും ഫല്യംദുദ് എന്നാൽ അവൻ നീട്ടിയിട്ടുകൊള്ളട്ടെ ബിസബബിൻ ഒരു കയറിനെ ഒരു ബന്ധത്തെ ഇലസ്സമായി ഉപരിഭാഗത്തേക്ക് വാനത്തിലേക്ക് സുമ്മല്യക്കത്ത് പിന്നെ അവൻ മുറിച്ചുകൊള്ളട്ടെ ഫല്യന്തുർ എന്നിട്ടവൻ നോക്കട്ടെ ഹൽ യുദ്ഹിബന്ന നിശ്ചയമായും പോക്കിക്കളയുമോ എന്ന് അഥവാ ഇല്ലാതാക്കിക്കളയുമോ എന്ന് കൈദുഹു അവൻ്റെ തന്ത്രം ഉപായം മായഗീദ് ക്ലേശിപ്പിക്കുന്നതിനെ അഥവാ ആ കാര്യത്തെ. മൻ കാന യദുന്നു അല്ലൻ യൻസുറഹു അല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറതി فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. ആരെങ്കിലും ഇഹലോകത്തും പരലോകത്തും അല്ലാഹു അവനെ സഹായിക്കുന്നതേയല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉപരിഭാഗത്തേക്ക് ഒരു കയർ നീട്ടിക്കെട്ടിക്കൊള്ളട്ടെ, പിന്നീട് കഴുത്തുകുടുക്കി മുറിച്ചുകൊള്ളുകയും ചെയ്യട്ടെ, അഥവാ അതിൽ ആത്മഹത്യ ചെയ്യട്ടെ. എന്നിട്ട് അവൻ്റെ ഈ തന്ത്രം അവനെ ക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനെ പോക്കിക്കളയുമോ അഥവാ ഇല്ലാതാക്കിക്കളയുമോ എന്ന് നോക്കിക്കൊള്ളട്ടെ. 14-15 വചനങ്ങളുടെ വിശദീകരണം. ലൻ യൻസുറഹു അവൻ സഹായിക്കുന്നതേയല്ല എന്നു പറഞ്ഞതിൽ അവനെ അഥവാ ഹു എന്ന സർവനാമം അഥവാ ലൊമീർ കൊണ്ടുദ്ദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാണ് അധിക മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ളവർ പറയുന്നത് പ്രസ്തുത വിചാരം വിചാരിക്കുന്നവനെ തന്നെ ഉദ്ദേശിച്ചാണെന്നാകുന്നു. ആദ്യത്തെ അഭിപ്രായമനുസരിച്ച് ആയത്തിൻ്റെ സാരം ഇപ്രകാരമായിരിക്കും: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതായത് അവിടുന്ന് പ്രബോധനം ചെയ്യുന്ന മതത്തെ ഇഹത്തിലും പരത്തിലും അല്ലാഹു സഹായിച്ചു വിജയിപ്പിക്കുകയില്ലെന്ന് വല്ലവനും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ആഗ്രഹം ഒരിക്കലും നിറവേറുവാൻ പോകുന്നില്ല. ആകയാൽ മേൽപ്പുരയിലോ മറ്റോ ഒരു കയറ് നീട്ടിക്കെട്ടി അതിൽ തൂങ്ങി മരിച്ചു സ്വയം നശിച്ചിട്ടെങ്കിലും അവൻ്റെ വെറുപ്പും വിദ്വേഷവും ഇല്ലാതാക്കുവാൻ മാർഗമുണ്ടെങ്കിൽ അവനത് ചെയ്തുകൊള്ളട്ടെ. ഏതായാലും അവൻ്റെ നിരാശയ്ക്ക് പരിഹാരമുണ്ടാകാത്തതാകുന്നു. അല്ലാഹു അവൻ്റെ റസൂലിനെയും മതത്തെയും വിജയിപ്പിക്കുമെന്നത് തീർച്ചപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ അഭിപ്രായമനുസരിച്ച് സാരം ഇപ്രകാരമായിരിക്കും: ഒരാൾ ഇഹത്തിലും പരത്തിലും തനിക്ക് അല്ലാഹുവിൻ്റെ സഹായവും രക്ഷയുമില്ലെന്ന് കരുതുന്ന പക്ഷം, അഥവാ
അള്ളാഹുവിൻ്റെ സഹായത്തിൽ അവൻ നിരാശപ്പെട്ടാൽ പിന്നെ അവന് രക്ഷയില്ല തന്നെ. ആ മനക്ലേശം തീർക്കുവാൻ ആത്മഹത്യ വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ, എന്നാലും അതിന് അറുതി ലഭിക്കുകയില്ല. ഇതാണ് സാരം. സത്യവിശ്വാസിക്ക് ഒരിക്കലും നിരാശയുണ്ടാവാൻ പാടില്ലെന്ന് മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. ആ അടിസ്ഥാനത്തിലാണ് ഈ വ്യാഖ്യാനം നൽകപ്പെടുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങളുടെ അടിസ്ഥാനം ആശയാണ്, അല്ലെങ്കിൽ പ്രത്യാശയാണ്. പ്രത്യാശയില്ലാത്തവൻ പരിശ്രമിക്കുകയില്ല, പരിശ്രമിക്കാത്തവൻ വിജയിക്കുകയുമില്ല. വിഷമങ്ങൾക്കു ശേഷം ആശ്വാസത്തെയും ഞെരുക്കത്തിനു ശേഷം എളുപ്പത്തെയും പാപത്തിനു ശേഷം മോചനത്തെയും ദാരിദ്ര്യത്തിനു ശേഷം ധന്യതയെയും അവൻ ആശിക്കുന്നു. അവൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും ഒരിക്കലും അവന് നിരാശ അനുഭവപ്പെടുന്നതല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നത് എത്രമാത്രം ഭയങ്കര നഷ്ടമായിരിക്കുമെന്ന് നോക്കുക. 1. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായി ഖുർആനിൽ ഇങ്ങനെ കാണാം: വഴിപിഴച്ചവരല്ലാതെ ആരാണ് തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുക? 15-ാം അധ്യായം 56-ാം വചനം. 2. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പുത്രന്മാരോട് ഉപദേശിച്ച കൂട്ടത്തിൽ ഇങ്ങനെ കാണാം: നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരാശ അടയരുത്. നിശ്ചയമായും അവിശ്വാസികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ആശ്വാസത്തിൽ നിരാശ അടയുകയില്ല. 12-ാം അധ്യായം 87-ാം വചനം. 3. അള്ളാഹു അവൻ്റെ അടിയാന്മാരെ സംബോധന ചെയ്തുകൊണ്ട് അരുളി ചെയ്യുന്നു: നബിയെ പറയുക, തങ്ങളുടെ സ്വന്തം ദേഹങ്ങളോട് അതിരുകവിഞ്ഞു പോയിട്ടുള്ള എൻ്റെ പാപികളായ അടിയാന്മാരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകരുത് എന്ന്. 39-ാം അധ്യായം 53-ാം വചനം. പല ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും മുമ്പ് വിവരിച്ചുവല്ലോ. അവയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു: